വിധേയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. ടൗണിൽ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ചു. ആരോപണ വിധേയനായ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് കരുനാഗപ്പള്ളിയിൽ ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ടൗണിൽ പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. ജില്ലാ പ്രസിഡന്റ് TR ശ്രീനാഥ് ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ സംസ്ഥാനത്തെമ്പാടും ഇന്നത്തെ ദിവസം പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ കരുനാഗപ്പള്ളി ബ്ലോക്ക് കമ്മിറ്റി ഇന്നിപ്പോൾ ഈ കരുനാഗപ്പള്ളി പട്ടണത്തിൽ അതിശക്തമായ പ്രകടനം നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കേരളം കണ്ടിട്ടില്ലാത്ത, കേരളത്തെ രാഷ്ട്രീയം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു മാലിന്യമാണ് രാഹുൽ മാങ്കൂട്ടം. ഇന്ന് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് എന്താ അദ്ദേഹം പറഞ്ഞതെന്താ? ഒരു നേതൃത്വവും ആവശ്യപ്പെട്ടിട്ടില്ല തൻ്റെ രാജിക്കായി. തനിക്ക് സ്വമേധയാ തോന്നിയിട്ടാണ് ഇത്തരത്തിലുള്ള രാജി വെക്കുന്നത് എന്നുള്ള ആഭാസകരമായ മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം മാത്രമല്ല അദ്ദേഹം രാജിവെക്കേണ്ടത്. ധാർമ്മികമായ എന്തെങ്കിലും ഉത്തരവാദിത്തമുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം MLA പാലക്കാട്ട് ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് പൊതുസമൂഹത്തോട് അദ്ദേഹത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് ഈ അവസരത്തിൽ ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, 24 മണിക്കൂർ പിന്നിടുമ്പോൾ 2-3 സ്ത്രീകൾ തങ്ങളെ ഏതെല്ലാം രീതിയിൽ ഉപദ്രവിച്ചു, തങ്ങളെ ഏതെല്ലാം രീതിയിൽ മാനസികമായും അല്ലാതെയുമുള്ള പീഡനങ്ങൾ നടത്തി എന്ന് പറയുകയാണ്. എന്തും ശുദ്ധ മര്യാദകേടാണ് ഈ പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് MLA യുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. BK ഹാഷിം അധ്യക്ഷത വഹിച്ചു. അബാദ് ഭാഷ, നിതീഷ്, S സന്ദീപ് ലാൽ, ഷിയാദ്, CB സുനീർ, മഹേശ്വർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.